ഇപ്പോൾ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എക്സാമൊക്കെ വന്നുകൊണ്ട് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി തൊട്ടിട്ട് നമ്മൾ എന്തായാലും റെഗുലറായിട്ട് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഞാനൊരു സാമ്പിൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, സാമ്പിൾ ലോഞ്ചർ. ആ സാമ്പിൾ ലോഞ്ചർ ഒരു 5M സാമ്പിൾ ലോഞ്ചർ ആയിരുന്നു. അത് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, അതിലിങ്ങനെ കാർ മോഡ്, ഗ്രാഫിക്സ്, ബൈക്ക് മോഡ്, ഗൺ സ്കിൻ അങ്ങനത്തെ ഒന്നും വർക്കാവുന്നില്ല, ഫുള്ള് ക്രാഷ് ആവാണ്. അപ്പോൾ ആ സാമ്പ് ഞാൻ കളഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു അടിപൊളി സാമ്പിൾ ലോഞ്ചറാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് പരിചയപ്പെടുന്നത്. നിങ്ങളെല്ലാവരും അത് വെച്ച് ഫെമിലിയർ ആയിരുന്ന വേറെ ഒന്നും നമ്മുടെ സ്പൈമാൻ ബ്രോയുടെ സാമ്പാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തി മറ്റേ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞുതരാൻ പോണേ. അടിപൊളിയാണ്, നല്ലൊരു സാമ്പാണ്. ഇതിപ്പോൾ സ്പൈമാൻ ബ്രോയുടെ സ്പൈമാൻ സാമ്പാണ് ഞാൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ സ്പൈമാൻ സാമ്പിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നേരെ ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ റെഡ് ആർച്ചിയിൽ കയറുക. ആർച്ചിയിൽ കയറിയതിനു ശേഷം നിങ്ങൾ ഡൗൺലോഡ്സ് എടുത്ത് നോക്കിയതാണ് ഇങ്ങനെ ഫയലാണ് ഗൈസ് കാണുക. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇതെടുത്ത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ കൊണ്ടിടാവുന്നതാണ്. കുറേ ഡൗൺലോഡ്സ് ആണെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാക്ട് ചെയ്താൽ കാണാമില്ല. അപ്പോൾ നമുക്ക് ഞാൻ അതങ്ങനെ സാമ്പിൾ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അവിടേക്ക് കൊണ്ടുവന്നിടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ എക്സ്ട്രാക്ട് ഹിയർ അടിക്കുക. എക്സ്ട്രാക്ട് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എക്സ്ട്രാക്ട് ആവട്ടെ, അതിലൊന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ സംഭവം എന്താ, ഈ ഫയൽ എക്സ്ട്രാക്ട് ആയിട്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ഫയലാണ് ഇതിൽ വേണം. അപ്പോൾ നമുക്ക് ഈ ഫയൽ എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് com സാമ്പ് ഗെയിം എന്ന് പറഞ്ഞ് കാണാം. 2 ലോഞ്ചറും കാണാം. ഈ 2 ലോഞ്ചറും ഒരേ ലോഞ്ചറാണ്. ഏത് വേണമെങ്കിൽ കയറ്റാം. അപ്പോൾ ഞാൻ എന്താ ഈ സ്പൈമാൻ്റെ തന്നെയാണ് ഞാൻ ഇപ്പോൾ കയറ്റണേ. ജസ്റ്റ് ഇൻസ്റ്റാൾ അടിക്കുക. ഇൻസ്റ്റാൾ ആവണമായിരുന്നു വെയിറ്റ് ചെയ്തത്. വേഗം ഇൻസ്റ്റാൾ ആവും, കാരണം ഇത് APK മാത്രമാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആവണ വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ 2 സാമ്പിൾ APKയിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കയറ്റാം. അപ്പോൾ ഇങ്ങനെ വന്നതിന് പേടിയൊന്നും വേണ്ട. ജസ്റ്റ് ഇൻസ്റ്റാൾ കഴിഞ്ഞ് അടിച്ചാൽ മതി. അത്ര വേണ്ട, സ്വാഗതം ചെയ്യാനില്ല. അപ്പോൾ ഈ 2 സാമ്പിൾ ലോഞ്ചർ ഒന്നാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും കയറ്റാവുന്നതാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ പോയി കഴിഞ്ഞാൽ അപ്ലോഡ് ആവുന്ന സെക്കൻഡ് ഇൻസ്റ്റാളാവുന്നുള്ളൂ. ഇൻസ്റ്റാൾ ചെയ്യേണ്ടി ഇതാ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒന്നും ആയിട്ടില്ല ഗൈസ്, നമ്മുടെ ഫയലൊന്നും ഡൗൺലോഡ് ആയിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ആ APK ലോഞ്ചർ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അലോ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല ഗൈസ്. നിങ്ങൾ സെറ്റിങ്സ് പോയി നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒന്ന് ആയിട്ട് ജസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ കാണാം യു ഡോണ്ട് ഹാവ് ഗെയിം ഫയൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ റീസെൻ്റ് ആപ്പ് ഒന്ന് കളഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കോം സാമ്പ് ഉണ്ടാവുന്നില്ല, നിങ്ങൾക്ക് കട്ട് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി ചെയ്യാം. ഇത് കട്ട് ചെയ്തിട്ട് നേരെ നിങ്ങൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കട്ട് കോപ്പി നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ആൻഡ്രോയിഡ് ഇടുക. ഡാറ്റയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ ഗൈസ്, വേറെ ഒന്നും ചെയ്യാനില്ല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിനുണ്ടാവും. നിങ്ങൾ ആ റീസെൻ്റ് ആപ്സൊക്കെ ഒന്ന് കളഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ആ സാമ്പിൾ ലോഞ്ചർ ഒന്നുകൂടി എടുത്ത് അത് ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് സ്പൈമാൻ്റെ ലോഞ്ചർ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ ഈ ഇതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് സക്സസ്ഫുള്ളി, കാരണം സംഭവം ഇപ്പോൾ ഡാറ്റാബേസ് അതിൻ്റെ ഫയൽ സെറ്റ് ആയിട്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ സാമ്പിൾ സെറ്റ് ചെയ്യാൻ സുഖമാണ്, സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ നല്ലൊരു സാമ്പിൾ കൂടിയാണിത്. അപ്പോൾ ഇതിലിനി സർവർ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഹോസ്റ്റ് ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഹോസ്റ്റിൻ്റെ പോർട്ടില്ല, അവസാനത്തെ 4 ഡിജിറ്റ് നമ്പർ, അത് നിങ്ങൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. 2 സെപ്പറേറ്റ് ആയിട്ട് വേണം ഗൈസ് കൊടുക്കാൻ. നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇനി ഏത് സെർവറിലാണ് കളിക്കണം എന്നുള്ള വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ ഏത് സെർവറിലാണ് ഞാൻ അടുത്ത് കളിക്കാൻ പോകണമെന്നൊക്കെ വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരും. അപ്പോൾ അതുവരെ ആദർശ് ഗെയിമിംഗ് സൈനിങ് ഓഫ്.